ഹലോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എന്തോ ഓൺലൈനിൽ നിന്നെങ്ങാനും വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. ഇത് ഞാൻ എടുത്തു വെച്ചതായിരുന്നു എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പീസ് കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളൊരു ഹോമാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹോം എന്ന് പറയുമ്പോൾ ഒരു മിനിയേച്ചർ ഹോം പോലെ അങ്ങനെ ഈ ഒരു ടൈപ്പ് ഹോമാണ് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തെടുത്തത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് കട്ട് ചെയ്യണം. അപ്പം കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്നും ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാനൊരു എക്സ്റ്റൻഷൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് അങ്ങനെ അതിൻ്റെ ആ ഒരു മേൽഭാഗം ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടാണ് അടിഭാഗത്തുള്ള പീസാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പീസിലേക്ക് നമ്മൾ ആ ഒരു ഹോമിൻ്റെ ഒരു പിക്ചർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ടൊന്നും വരച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഹോമിൻ്റെ പിക്ചർ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വന്നാൽ മതി. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ അത്രയും വലുപ്പത്തിൽ അതനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഏതാണ്ട് ഒരു 4-5 സെൻറ്റിമീറ്റർ അത്രയുള്ള ഒരളവിലാണ് ഈ ഒരു കോണ് വരച്ചു കൊടുത്തിട്ടുള്ളത്, ത്രികോണം വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് നേരിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ ഇങ്ങനെ ഒരു ഹോമിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ഇതേപോലെ നടുത്തിൽ രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരച്ചു കൊടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല നീറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത്. അവിടെ ഞാൻ ജസ്റ്റ് ഡോറിൻ്റെ ഭാഗം അതുപോലെ തന്നെ ജനലിൻ്റെ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് വേറൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മളിത് ആ ഒരു ഹോമിൻ്റെ അതേ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ബ്ലേഡുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കത്രികേനേക്കാളും ഇത്തിരി എളുപ്പമാണ് കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബ്ലേഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ 4 ഭാഗങ്ങളും ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിയിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ നമ്മുടെ ഹോമിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യം ഒരു മേൽക്കൂര പോലെ വരുന്ന ആ ഒരു ഭാഗം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു അളവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണിൻ്റെ ഒരു വശത്തുള്ള അളവാണ് എടുക്കുന്നത്. അത് ഏതാണ്ട് ഒരു 4 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത ഈ ഒരു അളവ് അത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ഒരു കോണ് പോലെ വരുന്ന ഭാഗം 3.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ 3 സെൻറ്റിമീറ്റർ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരക്കുന്നത് 7 സെൻറ്റിമീറ്ററിൻ്റെ പിന്നെയും 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് കൂടെ വരക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇത് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ 3 പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹോമിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു പീസിലേക്ക് ഞാൻ വൈറ്റ് കളറാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കളർ വൈറ്റ് കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലേക്ക് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഡയറക്റ്റ് പെയിൻറ്റ് തന്നെയാണ്. പക്ഷേ കാർഡ്ബോർഡിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത ടൈമിൽ കൂടുതൽ നല്ലത് ഒരു തുള്ളി വെള്ളമെങ്കിലും പെയിൻറ്റിൽ ഒറ്റിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് അങ്ങനെ ചെയ്യുന്ന ടൈമിലാണ് ഭയങ്കരമായിട്ടൊരു നീറ്റ്നെസ് ഫീൽ ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡിലൊക്കെ ചെയ്യുന്ന ടൈമിൽ. അതേസമയം നമ്മൾ ബോട്ടിലൊക്കെ ചെയ്യുന്ന ടൈമിൽ വെറും പെയിൻറ്റ് മാത്രമായിരിക്കും നല്ലത്. പക്ഷേ കാർഡ്ബോർഡിലും പേപ്പറിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിത്തിരി വെള്ളം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതങ്ങനെ ഒട്ടും വെള്ളം ആഡ് ചെയ്യാണ്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മച്ചിൻ്റെ ആ ഒരു മേൽക്കൂരയുടെ ഭാഗമാണ് കളർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, ഒരു തുള്ളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു തുള്ളി 1-2 ഡ്രോപ്സ് ഞാൻ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്തതിനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈ ആവാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇതും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്രൈ ആവുന്നതിനിടയിൽ നമുക്ക് അതിനുള്ള ഡോറും അതേപോലെ തന്നെ ജനലിൻ്റെ പീസൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി വന്ന കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരു ഡോറിൻ്റെ പോലത്തെ ഒരു ഇമേജ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ജനലുകളാണ്. അപ്പോൾ ജനലുകൾ, വാതിൽ, അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ജനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അളവൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തു. അതേപോലെ തന്നെ സെയിം ആയിട്ട് അല്ലെങ്കിൽ അതിലും ഒരു ചെറിയ വ്യത്യാസത്തിൽ ഒരു പീസ് കൂടെ കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ 3 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 പീസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതും പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പെയിൻറ്റ് ചെയ്യാനും ഞാൻ നേരത്തെ ആ ഒരു മേൽക്കൂരൊക്കെ എടുത്തിരുന്ന പെയിൻറ്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. ഒരു കാപ്പി കളറാണ്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ഡോറിന് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡോറിനും അതേപോലെ തന്നെ ജനലിനും ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് ബ്രഷ് വെച്ചിട്ട് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് അതൊരു ചെറിയൊരു കള്ളി പോലെ അല്ലെങ്കിൽ ഒരു ഡോറിൻ്റെ ആ ഒരു കള്ളി പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പിന്നെ ജനലിന് ചെറിയ പോള പോലെ കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വാതിലിനും അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ വൈറ്റ് കൊണ്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പം ആ ഒരു പെയിൻറ്റ് തീർക്കേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് തിരക്കിൽ ആ ഒരു പെയിൻറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ബ്രഷ് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഇത് ഡോറിൻ്റെ ആ ഒരു ഇടയിലൂടെ നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ കള്ളി പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരച്ചു കൊടുക്കുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ബ്രഷ് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെടുത്തൊന്നും ആയിരുന്നില്ല കിട്ടുന്നുള്ളത്. എന്നാലും അങ്ങനെയൊക്കെയോ വരച്ചിട്ട് ഒപ്പിച്ചു. പിന്നെ ഞാൻ നല്ല ഒരു പെയിൻറ്റർ അല്ലാത്തതുകൊണ്ട് നന്നായിട്ട് എനിക്ക് വരക്കാനോ അതേപോലെ തന്നെ ഇതൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ജനലും അതേപോലെ തന്നെ വാതിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ജനലും നമ്മൾ ഇതേപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പെയിൻറ്റ് ചെയ്തതൊക്കെ ഞാൻ ഡ്രൈ ആക്കിയത് ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ടാണ്. അല്ലാണ്ട് പുറത്തൊന്നും വെച്ചിട്ട് വെയിലൊന്നും കൊളിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഹോമിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മൾ കളർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മേൽക്കൂരേൻ്റെ ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഗം വെച്ച് കൊടുക്കുന്നത് ആ ഒരു ഹോമിൻ്റെ മേലത്തെ ആ ഒരു ഭാഗത്തിലേക്കാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് അതിൻ്റെ ഏതാണ്ട് ഒരു നടുവിൽ മിഡിലായിട്ട് വരുന്ന രീതിയിലാണ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാതിലും അതേപോലെ തന്നെ ജനലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതാത് സ്ഥലത്ത് അതൊക്കെ എവിടെയൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. എനിക്ക് ഇങ്ങനെയാണ് കൂടുതൽ ഭംഗിയും തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റായി. അപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ട ടൈം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കൊരു ഇത്തിരി കൂടെ വൃത്തി വേണം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു മേലെ വരുന്ന ഒരു ചെടി പോലത്തെ ഒരു ഭാഗമാണിത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ഇതുപോലെ കുഞ്ഞു പീസുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അത് ഏതാണ്ട് ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ഇല്ലെങ്കിലും ആ ഒരു പിക്ചർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ ഹോമിന് മുറ്റത്ത് ചെടി നട്ട പോലെ അല്ലെങ്കിൽ എന്തോ പിടിച്ച് വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫൈനൽ ലുക്ക്. കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ശരിക്കും നല്ല രീതിയിലുള്ള ഡോറൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള ഒരു ഹോം ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ചെയ്യും, പറ്റും. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു ഹെവി വർക്ക് അല്ലെങ്കിലും ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുല്ലിൽ ആ ഒരു പറമ്പിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.